ജീവിക്കാൻ പറ്റില്ലെന്ന് ഞാൻ കരുതിയത്. ഒറ്റയ്ക്കൊരാള് ചെയ്തു എന്ന് പറയുന്നത് അങ്ങോട്ട് ദഹിക്കുന്നില്ല. ഒരു സംഘം തന്നെ ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റുമോ? വിശ്വാസം കെടുത്തുന്ന തരത്തില് ഒരു വാക്ക് പോലും വല്ല സഹിക്കില്ല. ആണും തരവൊന്നും ഇല്ല എനിക്ക്, അത് നീ മറക്കണ്ട. ഹലോ ഗൈസ്, അങ്ങനെ നമ്മുടെ സുഗമോ ദേവിയിൽ ഒടുവിൽ നമ്മുടെ കെവിൻ ശാരികയുടെ അടുത്ത് സത്യങ്ങൾ തുറന്നു പറയുന്നുവോ? അതേ കൂട്ടുകാരെ, ആദ്യം തന്നെ നമ്മുടെ ദേവികേനാട്ടോ കാണിക്കുന്ന. ദേവിക ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് നമ്മുടെ ഗൗരിയുടെ അടുത്തും മുരളിയേട്ടൻ്റെ അടുത്തും ഭാർഗവി ആൻറ്റിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്. അതായത് ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിനെ പിരിഞ്ഞ് എനിക്കൊരു ജീവിതമില്ല എന്ന് തീരുമാനിച്ചവളാണ്. പക്ഷേ എനിക്കിപ്പോൾ എന്തോ അങ്ങനെ പറ്റുന്നില്ല മറച്ച് ചിന്തിക്കാൻ എന്ന് പറയുകട്ടോ നമ്മുടെ ദേവിക. ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടാണ് പറയുന്നത്. അപ്പം നമ്മുടെ മുരളിയും ഗൗരിയും നമ്മുടെ ദേവികേനെ ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിലും നമ്മുടെ ശാരികയുടെ അടുത്ത് നമ്മുടെ കെവിൻ എന്തൊക്കെയോ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. അപ്പൊ ശാരിക പറയുന്നുണ്ട്, ഒറ്റക്ക് ഇതൊക്കെ ഒരാൾക്ക് എന്താ പറയുക, ഇത്രയൊക്കെ ചെയ്ത് കൂട്ടാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇതിന് ബാക്കിൽ കെവിനെ കൂടാതെ ഒരു കൂട്ടം തന്നെ ഉണ്ടാകും എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എന്തോ കെവിൻ തുറന്ന് പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ശാരികയുടെ അടുത്ത്. ലാസ്റ്റ് നമ്മുടെ കെവിൻ ഇസബെല്ലയുടെ അടുത്ത് വരുന്നുണ്ട്. അപ്പൊ കെവിൻ ആകെപ്പാടെ ഒരു പരുങ്ങൽ. അപ്പൊ ഇസബെല്ല ഇങ്ങനെ മുഖത്തിങ്ങനെ നോക്കി പറയുന്നുണ്ട്, നീ എന്തോ എന്നിൽ നിന്ന് മൊളിക്കുന്ന പോലെ ഉണ്ടല്ലോ. വിശ്വാസം കടത്തുന്ന രീതിയിൽ എന്തെങ്കിലും എന്നോട് ചെയ്താൽ, ഒരു വാക്ക് പുറത്തു വന്നാൽ ഞാൻ ബന്ധവും സ്വന്തവും എന്നൊന്നും നോക്കത്തില്ല, ആരുടെയും മുഖം നോക്കത്തില്ല, അറിയാലോ എന്നെ എന്നും പറഞ്ഞ് നമ്മുടെ കെവിനെ നമ്മുടെ ഇസബെല്ല ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ലാസ്റ്റ് നമ്മുടെ ദേവിക്ക് ഇസബെല്ലയെ കാണാനെന്ന് തോന്നുന്നു വരുന്നൊരു രംഗവും ഇസബെല്ല ആകപ്പാടെ ഞെട്ടി തകർന്ന് നിൽക്കുന്നൊരു രംഗവും ആട്ടോ നമുക്ക് ഏറ്റവും ഒടുവിൽ കാണുവാൻ സാധിക്കുന്നത്. മിക്കവാറും നമുക്ക് ഉറപ്പാണ് ശാരിക കെവിൻ വഴി സത്യങ്ങളൊക്കെ അറിയും. അങ്ങനെയായിരിക്കും നമ്മുടെ നന്ദൻ രക്ഷപ്പെടാൻ പോകുന്നത്. ഇസബെല്ലയുടെ കാര്യമാണ് നമുക്കിനി അറിയേണ്ടതല്ലേ. കാത്തിരിക്കട്ടെ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. മലയാളി സൈനിങ് ഓഫ്.